മിഡിൽ ഈസ്റ്റിൽ യുദ്ധസമാനമായ അന്തരീക്ഷം സങ്കീർണമായി തുടരുന്നതിനിടെ തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിനെ അമേരിക്കൻ പ്രദേശമായി പ്രഖ്യാപിക്കുമെന്ന യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയെ നിഷ്കരുണം തള്ളി ഇറാൻ. ഹോർമൂസ് പൂർണ്ണമായും ഇറാന്റെ അധീനതയിലുള്ളതാണെന്നും സോഷ്യൽ മീഡിയ ട്വീറ്റുകൾ കൊണ്ടോ എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ കൊണ്ടോ സൈനിക ഭീഷണി കൊണ്ടോ അത് പിടിച്ചെടുക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കില്ലെന്നും ഇറാൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി ഖാസെം ഗരീബാബാദി വ്യക്തമാക്കി. ന്യൂയോർക്കിലെ ലോങ് ഐലൻഡിലുള്ള പോലീസ് അക്കാദമിയിൽ നടന്ന ചടങ്ങിലാണ് ട്രംപ് വീണ്ടും തീവ്രമായ അവകാശവാദങ്ങളുമായി രംഗത്ത് വന്നത്. ഇറാനെ പൂർണ്ണമായി പരാജയപ്പെടുത്തിയ ശേഷം ഹോർമൂസ് കടലിടുക്കിനെ അമേരിക്കയുടെ സ്വന്തം പ്രദേശമായി പ്രഖ്യാപിക്കുമെന്നും മേഖലയിൽ പൂർണ്ണ നിയന്ത്രണം അമേരിക്കയ്ക്ക് മാത്രമായിരിക്കുമെന്നായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം. ജയിക്കുന്നവനാണ് സർവ്വതും അവകാശപ്പെട്ടതെന്നും ഭാവിയിൽ ഹോർമൂസ് വഴി കടന്നുപോകുന്ന ചരക്കു കപ്പലുകളിൽ അവയിൽ നിന്നും എണ്ണ ടാങ്കറുകളിൽ നിന്നും ടോൾ പിരിവ് നടത്തി അമേരിക്കൻ ഖജനാവിലേക്ക് വലിയ വരുമാനമുണ്ടാക്കുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തിരുന്നു. ട്രംപ് ഉയർത്തിയ ഈ അവകാശവാദങ്ങൾക്കെതിരെ കടുത്ത ഭാഷയിലാണ് ഇറാൻ മറുപടി പറഞ്ഞത്. ഹോർമൂസ് കടലിടുക്ക് മുൻപും ഇറാന്റേതായിരുന്നു, ഇപ്പോഴും ഇറാന്റേതാണ്, ഭാവിയിലും അങ്ങനെ തന്നെയായിരിക്കും. ഇറാന്റെ ഉത്തരവനുസരിച്ച് മാത്രമേ ഈ ജലപാത തുറക്കുകയോ അടയ്ക്കുകയോ ചെയ്യൂ എന്ന് ഖാസെം ഗരീബാബാദി എക്സിൽ കുറിച്ചു. കേവലം തെരഞ്ഞെടുപ്പ് പ്രസംഗങ്ങൾ കൊണ്ടോ വിമാനവാഹിനി കപ്പലുകൾ കാണിച്ച് ഭയപ്പെടുത്തിയോ ഇത് പിടിച്ചെടുക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ലെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളാൻ ട്രംപ് തയ്യാറായില്ലെങ്കിൽ തങ്ങളുടെ ഉപരോധ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും മുന്നറിയിപ്പ് നൽകി. ഇറാനെതിരെ ശക്തമായ സാമ്പത്തിക നാവിക ഉപരോധങ്ങൾ തുടരുമെന്ന് ട്രംപും വടക്കേ അമേരിക്കൻ ഭരണകൂടവും ഉറപ്പിച്ചു പറയുന്നു. ഇറാൻ കനത്ത പരാജയമാണ് നേരിടുന്നതെന്നും അവരുടെ നിലവിലെ പ്രതിരോധങ്ങൾ തുടരാൻ അനുവദിക്കില്ലെന്നും ട്രംപ് വ്യക്തമാക്കി. ഇറാൻ ആണവായുധ ശേഖരം സ്വന്തമാക്കുന്നത് അമേരിക്കയ്ക്ക് ഒരിക്കലും അംഗീകരിക്കാനാകില്ലെന്നും ഇന്ധനവിലയിലുണ്ടാകുന്ന വർധനവ് നേരിടാൻ അമേരിക്ക സജ്ജമാണെന്നും ട്രംപ് പറഞ്ഞു. ഇറാനെതിരായ അമേരിക്കൻ നാവിക ഉപരോധം ഉരുക്കുമതിൽ പോലെ ശക്തമായി നിലനിൽക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതിന് പിന്നാലെ ഇതുവരെ കാണാത്ത തരത്തിലുള്ള കടുത്ത സാമ്പത്തിക നടപടികൾ അടുത്തയാഴ്ച ഇറാനെതിരെ സ്വീകരിക്കുമെന്ന് യു.എസ്. ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബിസന്റും പ്രഖ്യാപിച്ചു. പ്രതിസന്ധി പരിഹരിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങൾ ദുർബലമായ സാഹചര്യത്തിൽ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്താനാണ് ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കം. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ഒറ്റപ്പെടലിന്റെ ചരിത്രത്തിൽ തന്നെ അഭൂതപൂർവമായ നടപടികളാകും അമേരിക്ക നടപ്പിലാക്കുകയെന്ന് അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തു. സാമ്പത്തിക സമ്മർദ്ദവും നാവിക ഉപരോധവും ഒരുമിച്ച് നടപ്പിലാക്കുന്നത് ഇറാൻ തുറമുഖങ്ങളിലേക്കുള്ള ചരക്കുനീക്കം പൂർണ്ണമായി തടയുമെന്നാണ് അമേരിക്കയുടെ കണക്കുകൂട്ടൽ. എന്നാൽ അമേരിക്കയുടെ ഇത്തരം ഭീഷണികൾക്ക് മുന്നിൽ വഴങ്ങില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഇറാൻ. അന്താരാഷ്ട്ര ചർച്ചകളിലേക്ക് മടങ്ങാനും ഹോർമൂസ് കടലിടുക്കിലെ ഉപരോധം പിൻവലിച്ച് വീണ്ടും തുറക്കാനും തങ്ങൾ മുന്നോട്ട് വെച്ച വ്യവസ്ഥകളിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് ഇറാൻ വ്യക്തമാക്കി. യുദ്ധത്തിന് കാരണക്കാരായ അമേരിക്ക വലിയ യുദ്ധനഷ്ടപരിഹാരം നൽകണമെന്നും മേഖലയിൽ നിന്ന് തങ്ങളുടെ സൈന്യത്തെ പൂർണ്ണമായി പിൻവലിക്കണമെന്നാണ് ഇറാന്റെ പ്രധാന ആവശ്യങ്ങൾ. യുദ്ധം അവസാനിപ്പിക്കാൻ മുൻപ് ധാരണയായ കരാറുകൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ചർച്ചകൾ ഇതുവരെ യാതൊരു പുരോഗതിയിലും എത്തിയിട്ടില്ലെന്ന് മുതിർന്ന ഇറാനിയൻ വൃത്തങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ട്. അതിനിടെ രാജ്യാന്തര ഊർജ്ജ ഗതാഗതത്തിന്റെ നാഡീഞരമ്പായ ഹോർമൂസ് മേഖലയിൽ സൈനിക സംഘർഷങ്ങളും അക്രമങ്ങളും അയവില്ലാതെ തുടരുകയാണ്.